സോദരം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം സർവശക്തനായ ദൈവത്തിൻ്റെ വിശേഷ അരുളപ്പാടുമായിട്ട് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുവാൻ ഇടയായി തീരുന്നതിൽ ഞാൻ വളരെയധികമായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. ഈ ദിവസം ഇപ്രകാരം ആമേൻ ആൽഫ ഗോസ്പൽ മിനിസ്ട്രീസിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്കൊരുമിച്ച് ആയിരുന്നു കൊണ്ട് വലിയ ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ സർവശക്തനായ ദൈവം അവിടുന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന മഹാസ്നേഹത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. ഈ ശുശ്രൂഷയ്ക്ക് ആമേൻ അതിന് മുഖാന്തരമായി തീരുന്ന കർത്താവിൻ്റെ അഭിഷിക്തദാസൻ സിജു കുന്നിൽ അവരുടെ കുടുംബത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ അഭിഷിക്തദാസനോടൊപ്പം ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ വളരെ വിശേഷ മഹത്വമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞാൻ ആശംസിക്കുകയാണ്. ദൈവമായ കർത്താവ് നമ്മളെ വ്യത്യസ്ത അനുഗ്രഹമാക്കി തീർക്കട്ടെ. ഈ ദിവസം ഇപ്രകാരം ഈ പ്ലാറ്റ്ഫോമിലായിരിക്കണം എന്ന് ദൈവിക നിയോഗത്താൽ ഞാൻ തിരിച്ചറിഞ്ഞ സമയം സർവശക്തനായ ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ, അരുളപ്പാട് ചോദിക്കുമ്പോൾ കർത്താവ് എന്നെ ബോധ്യപ്പെടുത്തിയ ഒരു ദൈവിക ചിന്തയിലേക്ക് നാം ഈ നിമിഷം ഒരുമിച്ച് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. നമ്മുടെ ഇഹലോക ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങളും തകർച്ചകളും വളരെയധികം പൈശാചികമായ ബുദ്ധിമുട്ടുകളും സങ്കടമുളവാക്കുന്ന സാഹചര്യങ്ങളും ഏറെ നിരാശജനകമായ അവസ്ഥകളും കടന്നു വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ നടുവിൽ നിലനിന്ന് പോകണമെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്, ദൈവത്തിൻ്റെ പ്ലാൻ എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും നാം അറിഞ്ഞിരിക്കുമ്പോൾ മാത്രമേ ദൈവമഹത്വമായിട്ട്, സന്തോഷമായിട്ട്, അനുഗ്രഹമായിട്ട് നിലനിന്ന് മുൻപോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. ആ നിലവാരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ദൈവം എനിക്ക് നൽകി തന്നിരിക്കുന്നത്. ഈ ദിവസത്തെ ദൈവിക അരുളപ്പാടിനു വേണ്ടി കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് നൽകിയിരിക്കുന്ന വചനത്തിലേക്ക് നാം ഒരുമിച്ച് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നു. അതിനുവേണ്ടി ഇയ്യോബിൻ്റെ പുസ്തകം 42 അധ്യായം 2 ഇയ്യോബ് ഇപ്രകാരം പറയുകയാണ്. അവിടെ വായിക്കുന്നു, അതെ, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇഹലോക ജീവിതത്തിൽ ഇത്രയും നാശകരമായ നിലവാരത്തിൽ തകർച്ച അനുഭവിച്ച, പൈശാചികമായിട്ടുടയ്ക്കപ്പെട്ട, എല്ലാ നിലവാരത്തിലും തകർക്കപ്പെട്ട ഇയ്യോബെന്ന് പറയുന്ന പോലെ ഇയ്യോബിനെ പോലൊരു മനുഷ്യൻ വേദപുസ്തകത്തിൻ്റെ അകത്തില്ല. അതായത് സാത്താൻ നേരിട്ടിറങ്ങി വന്ന് പ്രത്യക്ഷമായിട്ട് ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ അവൻ എന്ത് ചെയ്യുമെന്ന് പ്രവർത്തിയിൽ തെളിയിച്ചനുഭവിച്ച ഒരു മനുഷ്യനാണ് ഇയ്യോബ് എന്ന് പറയുന്ന വ്യക്തി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സാത്താൻ കടന്നുകൂടിയാൽ, അവൻ്റെ ആധിപത്യമുണ്ടായാൽ, അവൻ്റെ പ്രവൃത്തി ഉണ്ടായാൽ എന്തുമാത്രം ഭയാനകമായിരിക്കുമെന്ന്, എന്തുമാത്രം സങ്കടകരമായിരിക്കുമെന്ന്, എന്തുമാത്രം നിരാശജനകമായിരിക്കുമെന്ന്, ഏതെല്ലാം നിലവാരത്തിൽ ഒരുതരം മരണഭീതിയോ തകർച്ചയോ അസ്വസ്ഥതയോ പാതാള വേദനകളോ സങ്കടമുളവാക്കുന്ന സാഹചര്യങ്ങളോ ഇവയെല്ലാം കൂടെ ഒരുമിച്ച് സാത്താൻ വരുത്തി തീർക്കുമെന്ന് അനുഭവിച്ച ഒരു മനുഷ്യനാണ് ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യൻ. ഈ ഇയ്യോബിന്റെ ജീവിതത്തിൽ കടന്നു വന്ന എല്ലാ തകർച്ചകൾക്ക് പിന്നിലും, എല്ലാ പ്രശ്നങ്ങൾക്ക് പിന്നിലും, എല്ലാ പ്രതികൂലങ്ങൾക്ക് പിന്നിലും സർവശക്തനായ ദൈവത്തിൻ്റെ അറിവില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നതായിരുന്നു ഇയ്യോബിനെ സാത്താന്യമായി കടന്നു വന്ന സർവ തകർച്ചകളുടെ മുൻപിലും നിലനിർത്തുവാനിടയായി തീർന്നത്. ഇന്നത്തെ ദിവസം ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന, ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടുകൊണ്ടിരിക്കുന്ന, ഇത് ഷെയർ ചെയ്ത് ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കപ്പെടാൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ
കർത്താവ് കൃത്യമായി സംസാരിക്കുന്ന ഒരു അരുളപ്പാടിതാണ്. ഇഹലോക ജീവിതം എത്ര സങ്കടകരവും, എത്ര പ്രയാസവും, എത്ര നിരാശജനകവും, ഏതെല്ലാം നിലവാരത്തിൽ നാശയോഗ്യവും നരകവേദനയുമായി തീർന്നാലും അതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ എന്തെന്നറിയുക എന്നുള്ളതാണ്. അതായത് സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവം അറിയുന്നു. ദൈവം അറിയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ എന്തായി തീരുമെന്ന് നമ്മളും അറിഞ്ഞിരിക്കണം. അതാണ് ഈ ദിവസത്തെ ഒരു പ്രത്യേകമായ ദൈവിക അരുളപ്പാടിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. ആമേൻ. അതായത് സർവശക്തനായ ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും, ദൈവം വരുത്തിയ അനുഭവങ്ങളും, അല്ലെങ്കിൽ ഇഹലോക ജീവിതത്തിൽ ഇയ്യോബ് അനുഭവിച്ച പ്രതികൂല സാഹചര്യങ്ങളും, അത് ഏതെല്ലാം നിലവാരത്തിൽ വളരെയധികം സങ്കടകരമാണ്, നിരാശജനകമാണ്, വേദനീയമാണെന്ന് ഇയ്യോബ് കൃത്യതയോടെ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം സർവശക്തനായ ദൈവം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു അരുളപ്പാട് ഇപ്രകാരമാണ്. ദൈവത്തോട് ഇയ്യോബ് പറയുകയാണ്. ആമേൻ. സർവശക്തനായ ദൈവത്തോട് പറയുകയാ. ആമേൻ. ഇയ്യോബ് 42:1-2 വാക്യങ്ങളിൽ പറയുന്ന ഒരു ആശയം ഇങ്ങനെയാണ്. ആമേൻ. അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ദൈവത്തിൻ്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ല എന്ന് ഞാൻ അറിയുന്നു എന്നാണ്. നമ്മുടെ ഇഹലോക ജീവിതം, കടന്നുവരുന്ന പ്രയാസങ്ങൾ, കടന്നുവരുന്ന തകർച്ചകൾ, കടന്നുവരുന്ന സങ്കടകരമായ അനുഭവങ്ങൾ, ഇതിൻ്റെ എല്ലാം നടുവിൽ സർവശക്തനായ ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് അറിയുവാൻ കഴിയുന്നതാണ് ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ഈ ദിവസം ഒരു അസാധാരണ ദൈവാനുഗ്രഹത്തിന്റെ ദിവസമാണ്. സർവശക്തനായ ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങളും, ദൈവത്തെ വളരെയധികം സ്നേഹിച്ച തൻ്റെ ഭക്തന്മാരോടുള്ള ബന്ധത്തിൽ, അനേക വ്യക്തികളോടുള്ള ബന്ധത്തിൽ, അവരുടെ അറിവുകളും, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവിക പദ്ധതികളോടുള്ള ബന്ധത്തിൽ അവരുടെ അറിവുകളും ഒരുമിച്ച് ചേർത്ത് അറിയുവാനാണ് ഈ പ്ലാറ്റ്ഫോമിൽ സർവശക്തനായ ദൈവം നമുക്ക് ഈ ദിവസം ഇങ്ങനൊരു ഭാഗ്യം നൽകിയിരിക്കുന്നത്. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ഇരമ്യാവിന്റെ പുസ്തകം, ഇരമ്യാവിലൂടെ കർത്താവ് ഇപ്രകാരം പറയുന്നു. ഇരമ്യാവിന്റെ പുസ്തകം 29:11 വാക്യം, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. സർവശക്തനായ ദൈവം പറയുക കേട്ടോ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി, നിങ്ങൾ പ്രത്യാശിക്കുന്ന നല്ല ഭാവി, സമാധാനപരമായ ശാന്തത നിറഞ്ഞ ശുഭഭാവി, ആമേൻ, വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കണ നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. സർവശക്തനായ ദൈവം പറയാ കേട്ടോ. തകർച്ചയുടെ നടുവിൽ, പ്രശ്നത്തിന്റെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, വേദനയുടെ നടുവിൽ നിരാശപ്പെട്ടു പോകുന്ന ഭക്തന്മാരെ നോക്കി പറയുക, നിങ്ങൾ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവി ഉണ്ടല്ലോ, അത് വരുവാൻ തക്കവണ്ണം നിങ്ങളെക്കുറിച്ച് നിരൂപിക്കണം നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. എന്നിട്ട് കർത്താവ് പറയുക, ആമേൻ, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങളെന്നോ യഹോവയുടെ അരുളപ്പാട്. ആമേൻ. സർവശക്തനായ ദൈവം, ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ശുഭഭാവി, ഒരു നല്ല അനുഗ്രഹം, ഒരു ശാന്തമായിട്ടുള്ള അവസ്ഥ, അത് ആഗ്രഹിക്കുമ്പോൾ സർവശക്തനായ ദൈവം തിരിച്ചു പറയുകയാ, അതെ, നിങ്ങളെക്കുറിച്ച് ഞാൻ നിരൂപിക്കണം നിരൂപണങ്ങൾ അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്ക് വേണ്ടിയിട്ടാ. സർവശക്തനായ ദൈവം ഈ ദിവസം വ്യക്തമായി കൃത്യമായി പറയുകയാണ്, എന്താണോ നീ ശുഭകരമായിട്ട് ആഗ്രഹിക്കുന്നത് അത് തിന്മയ്ക്കല്ല നന്മയ്ക്കാക്കി തീർക്കുവാൻ സർവശക്തനായ ദൈവത്തിന് പദ്ധതിയുണ്ട്. സർവശക്തനായ ദൈവം അത് സാധ്യമാക്കുമെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് കൃത്യമായി പറയുന്നു. യെഗസ്കേലിന്റെ പുസ്തകം 11:5 വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, നിങ്ങൾ ഇന്നത് പറഞ്ഞിരിക്കും, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും ഞാൻ അറിയുന്നു.
സർവശക്തനായ ദൈവം പറയുക കേട്ടോ, നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്ന കാര്യങ്ങൾ അത് ദൈവമറിയുന്നു. ആമേൻ. ഒരു ചെറിയ തോന്നൽ പോലും സർവശക്തനായ ദൈവം അറിഞ്ഞ് അതിന് പ്രവൃത്തി കൽപ്പിക്കുന്ന, അനുഗ്രഹം കൽപ്പിക്കുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ കർത്താവ്. ആമേൻ. സർവശക്തനായ ദൈവം എന്നെ കുറച്ച് വചനങ്ങൾ ആമേൻ വെളിപ്പെടുത്തുന്നത് കൊണ്ട് സമയപരിമിതിക്കുള്ളിൽ നമ്മളത് അറിഞ്ഞ് അനുഗ്രഹം പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ്. ആമോസിന്റെ പ്രവചനം 5-ാം അധ്യായം 12 ഇപ്രകാരം വായിക്കുന്നു. ആമേൻ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ അതിക്രമങ്ങൾ അനവധിയും നിങ്ങളുടെ പാപങ്ങൾ കഠിനമെന്നും അറിയുന്നു. ജീവിതത്തിൽ കടന്നു വരുന്ന പോരായ്മകളെയും സർവശക്തനായ ദൈവം കൃത്യമായിട്ട് അറിയുന്നുണ്ടെന്നാണ്. അതുപോലെ ആവർത്തന പുസ്തകം 31 അതിന്റെ 21 കർത്താവ് കൃത്യമായിട്ട് നമ്മോട് സംസാരിക്കുകയാണ്. എന്നാൽ അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കുമ്പോൾ അവിടെ സന്തതിയുടെ വായിൽ നിന്ന് മറന്നു പോകാത്ത ഈ പാട്ട് അവിടെ നേരെ സാക്ഷ്യം പറയും. ഞാൻ സത്യം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കുമ്പോഴേക്ക് ഇന്നതെന്ന് അവർക്കുള്ള ഇന്നതായിരുന്നു അവരെ കുറിച്ചുള്ള നിരൂപണങ്ങളെ ഞാൻ അറിയുന്നു എന്നാണ്. ആമേൻ. സർവശക്തനായ ദൈവം നമ്മോട് വളരെ കൃത്യമായിട്ട് സംസാരിക്കുന്ന ഒരു അരുളപ്പാടാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ കർത്താവിൻ്റെ ആത്മാവ് മറ്റൊരു കാര്യം എന്നെ ഗ്രഹിപ്പിക്കുകയാണ്. ദൈവമഹത്വമായി മുൻപോട്ട് പോകുന്ന ദൈവ പൈതലിന് വിരോധമായി ഒരുവൻ തകർച്ചയും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുത്തുവാൻ കടന്നു വന്നാലും അവൻ ശാപമായി ദോഷമായി തീരുന്നതിൻ്റെ പിന്നിൽ ഒരു തക്കതായ ഒരു കാരണമുണ്ട്. എന്താണെന്നറിയാമോ? ഒരുവനെ നോക്കി ദൈവസന്നിധിയിൽ നഷ്ടപ്പെട്ടു പോയവൻ, ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ കഴിയാതെ പല നിലവാരത്തിൽ കാടും മലയും കുന്നും ഓടി നടക്കുന്നവൻ, അവനെ നോക്കി ഒരു വലിയവൻ പറയുകയാണ്, ഇവരെ തകർക്കുവാൻ വേണ്ടി കടന്നു വന്നവൻ പറയുകയാണ്, ഇന്നത്തെ രാത്രി നമ്മെ നോക്കി, നമ്മുടെ പ്രിയപ്പെട്ടവരെ നോക്കി തകർച്ച ആഗ്രഹിക്കുന്ന, പ്രതികൂലങ്ങളെ വരുത്തുന്ന പൈശാചിക ശക്തികളും സാത്താന്യാധിപത്യവും ഒന്നുപോലെ അറിയുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താന്ന് കേൾപ്പിക്കട്ടെ. അതായത് 1 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ ശൗൽ ദാവീദിനെ നോക്കി ഇങ്ങനെ പറയുകയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായം 20-ാം വാക്യം, എന്നാൽ നീ രാജാവാകും, ഇസ്രായേൽ രാജ്യത്വം നിന്റെ കയ്യിൽ സ്ഥിരമാകുമെന്ന് ഞാൻ അറിയുന്നു. നിന്നെ തകർക്കുവാൻ നോക്കുന്ന അന്ധകാര ശക്തിക്ക് ഒരു ഭയമുണ്ട്. നീ രാജാവാകും, നീ രാജ്ഞിയാകും, നീ ഒരു അത്ഭുത വിഷയമാകും. സർവശക്തനായ ദൈവം ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരോട്, ഈ ദൈവത്തിൻ്റെ ആലോചന ശേഷം കേൾക്കുവാൻ പോകുന്നവരോട്, നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില മാനുഷിക, ചില പൈശാചിക പ്രതികൂലങ്ങൾക്ക് കാരണം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങളെ ചിലര് തകർക്കാൻ നോക്കുന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, നീ രാജാവാകും, രാജ്ഞിയാകുമെന്ന് തകർക്കാൻ വരുന്നവർക്ക് നന്നായിട്ടറിയാം. എന്നാൽ അവർ തകർക്കാൻ വരത്തേയുള്ളൂ. നിന്റെ മേൽ ഒരു പൈശാചിക ശക്തികളും ജയമെടുക്കത്തില്ല. ഇന്ന് രാത്രി കൃത്യമായി കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. അഭിഷേകം നഷ്ടപ്പെട്ടവൻ ദാവീദിനെ നോക്കി പറയുകയാ, എന്നാൽ നീ രാജാവാകും, നീ ഇസ്രായേൽ രാജ്യത്വം നിന്റെ കയ്യിൽ സ്ഥിരമാകുമെന്ന് ഞാൻ അറിയുന്നു. 2-3 വാക്യങ്ങൾ ചേർത്ത് വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അതായത് 1 ശമൂവേലിന്റെ പുസ്തകം 24:16 മുതൽ വേഗത്തിൽ വായിച്ച് കേൾപ്പിക്കാം. ദാവീദ് ശൗലിനോട് ഈ വാക്കുകൾ സംസാരിച്ച് തീർന്ന ശേഷം ശൗൽ, എന്റെ മകനെ ദാവീദേ, ഇത് നിന്റെ ശബ്ദമോ എന്ന് ചോദിച്ച് പൊട്ടിക്കരഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവനെ കുടിച്ചു മൂടാനുള്ള അവസരം ദാവീദിന് കിട്ടി. ദാവീദ് ഒന്നും ചെയ്തില്ല. ദൈവഭക്തനായി, ദൈവഭക്തയായി, ദൈവമഹത്വമായി മുൻപോട്ട് പോകുന്ന ദൈവത്തിന്റെ പൈതലിന് ശത്രുവിന് പോലും ദോഷം ചെയ്യുവാൻ ബുദ്ധിമുട്ട് തോന്നും. ആ നിലവാരത്തിലാണ് ദാവീദിന്റെ ജീവിതവും. പിന്നെ അവൻ ദാവീദിനോട് പറഞ്ഞത്, നീ എന്നേക്കാൾ നീതിമാൻ,
ഞാൻ നിനക്ക് തിന്മ ചെയ്തതിന് നീ എനിക്ക് നന്മ പകരം ചെയ്തിരിക്കുന്നു. ഒരു ദൈവഭക്തനും ഭക്തയ്ക്ക് മാത്രം പറ്റുന്ന വിശേഷിക്കപ്പെട്ട കാര്യമാണ് ആര് ദോഷം ചെയ്താലും അവർക്ക് നന്മ ചെയ്യുക എന്നുള്ളത്. അങ്ങനെയുള്ള വ്യക്തിക്ക് വേണ്ടി വരുന്ന അനുഗ്രഹമാണ് കേട്ടോ. യഹോവ എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചാരെയും നീ എന്നെ കൊല്ലാതെ വിട്ടതിനാൽ നീ എനിക്ക് ഗുണം ചെയ്തതായി ഇന്ന് കാണിച്ചിരിക്കുന്നു. ശത്രുവിനെ കണ്ടുകിട്ടിയാൽ ആരെങ്കിലും അവനെ വെറുതെ വിട്ടയക്കുമോ? നീ ഇന്ന് ചെയ്തതിന് യഹോവ നിനക്ക് പകരം ചെയ്യട്ടെ എന്നാണ്. അപ്പോൾ ദാവീദിന് ഈ ശത്രുവിനെ അവസാനിപ്പിച്ച് കളയാനുള്ള ഒരു അവസരം ദൈവം കൊടുത്തു. അവനെ വെട്ടിക്കളയുവാനുള്ള ഒരു അധികാരം കൊടുത്തു. ആമേൻ ആമേൻ. അതായത് 1 ശമൂവേലിന്റെ പുസ്തകം 16:2 വായിക്കുമ്പോൾ ദൈവം ശമൂവേലിനോട് പറയുക, ഞാൻ ഇശ്ശായിയുടെ ഭവനത്തിൽ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. ദൈവം രാജാവായി കണ്ടവനാണ് ദാവീദ്. ദൈവം രാജാവായി കണ്ട ദാവീദിന് ഈ ശൗലിനെ അല്ല, ദാവീദിന് തോന്നുന്ന എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള അധികാരം സർവശക്തനായ ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആമേൻ, ശൗലിനെ ഇവൻ അവസാനിപ്പിച്ച് കളഞ്ഞാലും അത് ദൈവത്തിന്റെ നീതിയാണ്. ആമേൻ. നമുക്ക് മുൻപിൽ പല നിലവാരത്തിലുള്ള പൈശാചിക സ്വഭാവമുള്ളത് കടന്നു വരും. പല പ്രതികൂലങ്ങൾ കടന്നു വരും. പല തകർച്ചകൾ കടന്നു വരും. പല നിലവാരത്തിൽ ആമേൻ നാം നിമിത്തം ന്യായം നടത്തി തരിപ്പണമാക്കി കളയേണ്ട ചില വിഷയങ്ങളും വ്യക്തികളും സാഹചര്യങ്ങളും കടന്നു വരും. എന്നാൽ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നോക്കി ഇന്നേ ദിവസം ഇപ്പോൾ വിഷ്വലായി കർത്താവ് സംസാരിക്കുന്നത് എന്താണെന്നറിയാവോ? ആമേ, ശത്രുവിനെ കൊണ്ട് സംസാരിപ്പിക്കുന്ന ഇപ്രകാരമാ, എന്നാ നീ രാജാവാകും, ഇസ്രായേൽ രാജ്യത്വം നിന്റെ കയ്യിൽ സ്ഥിരമാകുമെന്നറിയുന്നു. ഒരു ദൈവത്തിന്റെ മനുഷ്യൻ, ഒരു ദൈവത്തിന്റെ ഭക്ത, ആ വ്യക്തി ഒരു വലിയ വ്യക്തിയായി തീരുമെന്ന് തകർക്കാൻ വരുന്ന ശത്രു പോലും അറിയുന്നുണ്ട്. ആമേ, സർവശക്തനായ ദൈവത്തിന്റെ മഹത്വവും തിരിച്ചറിയുക അനുഗ്രഹമായി തീരും. ആമേൻ. 1 ദിനവൃത്താന്ത പുസ്തകം 29:17 അവിടെ വായിക്കുന്നു, എന്റെ ദൈവമേ, നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്തു പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. സർവശക്തനായ ദൈവത്തോട് ഭക്തനായവൻ പറയുകയാണ്, നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു, എന്നിട്ട് നീ പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. സർവശക്തനായ ദൈവം പരമാർത്ഥതയുള്ള വ്യക്തിയിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുപോലെ ഇയ്യോബിന്റെ പുസ്തകം 9:28 ആമേൻ, ഞാൻ എൻ്റെ വ്യസനമൊക്കെയും ഓർത്ത് ഭയപ്പെടുന്നു, നീ എന്നെ നിർദോഷിയായി എണ്ണുകയില്ലാതെ ഞാൻ അറിയുന്നു. യോബ് 10:13 എന്നാ നീ ഇത് നിന്റെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചു, ഇതായിരുന്നു നിന്റെ താല്പര്യമെന്ന് ഞാൻ അറിയുന്നു. അതുപോലെ ഇയ്യോബ് 13:18 ഇതാ ഞാൻ ന്യായങ്ങളെ ഒരുക്കിയിരിക്കുന്നു, ഞാൻ നീതീകരിക്കപ്പെടുമെന്ന് ഞാൻ അറിയുന്നു. അതുപോലെ ഇയ്യോബിന്റെ പുസ്തകം 19:25 എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. ഇയ്യോബിന്റെ അറിവ് കണ്ടു. ആമേൻ. അതായത് ഇയ്യോബ് എന്ന് പറയുന്ന എന്നെ നീ നിർദോഷിയായി ദോഷമില്ലാത്തവനായി എണ്ണുകയില്ലെന്ന് ഞാൻ അറിയുന്നു. മാത്രമല്ല എന്നെ തകർക്കുന്നത്, എന്നെ ഉടച്ച് തരിപ്പണമാക്കുന്നത് ഇതായിരുന്നൊരു താല്പര്യമെന്ന് ഞാൻ അറിയുന്നു. മാത്രമല്ല ഇതാ ന്യായങ്ങളെ ഒരുക്കിയിരിക്കുന്നു, ഞാൻ നീതീകരിക്കപ്പെടുമെന്ന് അറിയുന്നു. മാത്രമല്ല പിന്നെയും താൻ വ്യക്തമായി പറയുകയാണ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒടുവിൽ പൊടിമേ നിൽക്കുമെന്ന് ഞാൻ കൃത്യമായി വ്യക്തമായിട്ട് അറിയുന്നു. സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ എത്ര വലിയ പ്രതികൂലങ്ങൾ ഫേസ് ചെയ്താലും, എത്ര വലിയ തകർച്ചകൾ ഫേസ് ചെയ്താലും ആമേ, സർവശക്തനായ ദൈവത്തിന്റെ മഹത്വവും അത് വെളിപ്പെടുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി അത് സാധ്യമായി വരുമെന്ന് പരിശുദ്ധാത്മാവ് കൃത്യമായി പറയുന്നു. സങ്കീർത്തനം 50:11 ആമേ, മലകളിലെ പക്ഷികളെ ഒക്കെയും ഞാൻ അറിയുന്നു. സർവശക്തനായ ദൈവം കോടാനുകോടി പക്ഷികളെ അറിയുന്നു, വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. സർവശക്തനായ ദൈവത്തിന്റെ അറിവ് കണ്ടോ, ആകാശത്തിലെ പക്ഷികളെ ദൈവം അറിയുന്നു, വയലിലെ ജന്തുക്കളൊക്കെയും എനിക്കുള്ളത് തന്നെ എന്ന് സർവശക്തനായ ദൈവം കൃത്യമായി സംസാരിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ ഭക്തനായ വ്യക്തി ദൈവത്തെ നോക്കി ഇപ്രകാരം പറയുന്നു,
ആമേ സങ്കീർത്തനം 51:3 എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ മുൻപിലിരിക്കുന്നു. ജീവിതത്തിലുള്ള പോരായ്മകളെ ഒരു ഭക്ത നന്നായി തിരിച്ചറിഞ്ഞിരിക്കണം. അതിന് ഒരു പ്രവാചകനും പ്രവാചകിയും വന്ന് ബോധം വരുത്തേണ്ട അത്യാവശ്യമൊന്നുമില്ല. ആമേൻ. ഡെയിലി ലൈഫിൽ ആമേൻ ഒരു വ്യക്തി വന്ന് എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും വലിയ ദോഷകരമായ അനുഭവങ്ങൾ കടന്നു വരാം. ചിന്തയിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ, പലരുമായി ഡീലിങ്ങിലൊക്കെ കടന്നു വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, വരാം. അപ്പോൾ ആ ലംഘനങ്ങളെ ഇവിടെ ഭക്തൻ പറയുന്നു, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിലിരിക്കുന്നു. ആമേ. സങ്കീർത്തനം 56:9 ശ്രദ്ധിക്കൂ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. സർവശക്തനായ ദൈവം ഭക്തന് അനുകൂലമാണ്, ഭക്തയ്ക്ക് അനുകൂലമാണ്. ലോകം മൊത്തം നിനക്ക് പ്രതികൂലമായാലും അനുകൂലമായിട്ടുള്ള ഒരുവനുണ്ട്. ആ സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്താൽ ഒരസാധാരണ പ്രവൃത്തി വെളിപ്പെടുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം അവിടെ ഇടയാക്കി തീർക്കും. ഹല്ലേലൂയ. അതുപോലെ കർത്താവിന്റെ ആത്മാവ് വളരെ കൃത്യതയോടെ സംസാരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ സങ്കീർത്തനം 119 അതിന്റെ 75 യഹോവേ, നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ആമേ. ചില താഴ്ചകൾ കടന്നു വരുമ്പോൾ ദൈവം അറിയാതെ താഴ്ത്തപ്പെട്ടില്ല എന്ന് തിരിച്ചറിയുന്നത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. സങ്കീർത്തന പുസ്തകം 135 അതിന്റെ 5 യഹോവ വലിയവനെന്നും നമ്മുടെ കർത്താവ് സകല ദേവന്മാരിലും ആമേ ശ്രേഷ്ഠനെന്നും ഞാൻ അറിയുന്നു, ശ്രേഷ്ഠനെന്നും ഞാൻ അറിയുന്നു. ആമേൻ. സർവശക്തനായ ദൈവത്തിന്റെ അറിവുകൾ, ആമേൻ, മനുഷ്യൻ തന്നെത്താൻ ദൈവത്തെയും കുറിച്ചുള്ള അറിവുകൾ, അതാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും ഒരസാധാരണ ദൈവമഹത്വമായി തീരുമെന്ന്, ഒരതിശയിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയായി തീരുമെന്ന് സ്വർഗ്ഗത്തിലെ ദൈവം കൃത്യമായി വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. സങ്കീർത്തനം 140:12 യഹോവ പീഡിതന്റെ വ്യവഹാരവും ദരിദ്രന്മാരുടെ ന്യായവും നടത്തുമെന്ന് ഞാൻ അറിയുന്നു. ഇവിടെ ഭക്തനായ വ്യക്തി പറയുകയാണ്, ആമേൻ, യഹോവ ആമേ പീഡിതന്റെ വ്യവഹാരവും ആമേ ദരിദ്രന്മാരുടെ ന്യായവും നടത്തുമെന്ന് അതേ ഞാൻ അറിയുന്നു എന്നാണ്. സഭാപ്രസംഗി, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ നമ്മോട് ഇപ്രകാരം സംസാരിക്കുകയാണ്. അതെ ആമേ സഭാപ്രസംഗി 3:14 ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതം എന്ന് ഞാൻ അറിയുന്നു. സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തി അത് ശാശ്വതമായിട്ടുള്ളതാണ്, അത് നീക്കുപോക്കില്ലാത്തതാണ്, അതൊരു അസാധാരണ മഹത്വമായി തീരുന്നതാണ് എന്ന് ഞാൻ അറിയുന്നു എന്ന് ഇവിടെ ഇതാ ആമേ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ജ്ഞാനി പറയുന്നു. എന്നിട്ട് പറയുന്നു, അതിനോട് ഒന്നും കൂട്ടുവാനും അതിൽ നിന്ന് ഒന്നും കുറയ്പ്പാനും കഴിയുന്നതല്ല. മനുഷ്യർ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമാണെന്ന് ഞാൻ അറിയുന്നു. യെശയ്യാവിന്റെ പുസ്തകം 57 നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്നു പോകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകയില്ല എന്ന് ഞാൻ അറിയുന്നു. യെശയ്യാവ് പറയുന്നു, ഞാൻ ലജ്ജിച്ചു പോകയില്ല എന്ന് ഞാൻ അറിയുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ ആമേ മകനായി, മകളായി, അഭിഷിക്തനായി, അഭിഷിക്തയായി, പ്രിയമക്കളായി അതേ മുൻപോട്ട് പോകുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകയില്ല. ആ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആമേൻ. യിരെമ്യാവിന്റെ പുസ്തകം 10:23 കർത്താവ് പറയുന്നു, യഹോവേ, മനുഷ്യന് തന്റെ വഴിയും നടക്കുന്നവന് തന്റെ കാലടികളെ നേരെയാക്കുന്നതും സ്വാധീനമല്ല എന്ന് ഞാൻ അറിയുന്നു. സർവശക്തനായ ദൈവം ഒരാളെ നിർത്തുന്നില്ല എങ്കിൽ അവർക്ക് നിൽക്കുവാൻ കഴിയില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് യിരെമ്യാ പ്രവാചകൻ പറയുന്നു. അതുപോലെ ആമേ കർത്താവിനെ അന്വേഷിക്കുന്ന, കർത്താവ് ആമേ ക്രൂശിക്കപ്പെട്ട, ആമേ മരിച്ചടക്കപ്പെട്ട യേശുവിനെ അന്വേഷിക്കുന്ന വ്യക്തികളെ നോക്കി
ആമേൻ. ദൈവത്തിന്റെ ദൂതന്മാർ പറയുന്ന ഒരു വർത്തമാനം കേൾക്കാമോ? മത്തായി സുവിശേഷം 28:5. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്, നീ കർത്താവിനെയാണ് അറിയുവാൻ ശ്രമിച്ചാൽ ആ അറിവ്, ആമേൻ, അതിനെക്കുറിച്ച് എടുത്തു പറയുന്ന ദൈവദൂതന്റെ സാന്നിധ്യം ഇവിടെ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 11:22 മാർത്ത ഇപ്രകാരം മറ്റൊരു കാര്യം പറയുകയാണ്. അതായത് ആമേൻ, യോഹന്നാൻ സുവിശേഷം 11:22, ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ, ആമേൻ, തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അവളുടെ അറിവ് കണ്ടോ? മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച തന്റെ സഹോദരൻ യേശു കർത്താവ് വിചാരിച്ചാൽ ഇപ്പോഴും അവനെ ജീവിപ്പിച്ചു കൊണ്ടുവരുവാൻ കഴിയും. ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് പലതും ഈ ദിവസങ്ങളിൽ മടങ്ങി വരാൻ പോകുകയാണ്. നഷ്ടപ്പെട്ട ആരോഗ്യം മടങ്ങി വരാൻ പോകുകയാണ്. നഷ്ടപ്പെട്ട കഴിവുകൾ മടങ്ങി വരാൻ പോകുകയാണ്. നഷ്ടപ്പെട്ട ശുശ്രൂഷകൾ മടങ്ങി വരാൻ പോകുകയാണ്. നഷ്ടപ്പെട്ട നന്മകൾ മടങ്ങി വരാൻ പോകുകയാണ്. എവിടെയൊക്കെ നീ തകർക്കപ്പെട്ടിട്ടുണ്ടോ, എവിടെയൊക്കെ നീ ശാപയോഗ്യമായി തീർന്നിട്ടുണ്ടോ, അവിടെയെല്ലാം ഒരു അനുഗ്രഹമായി, ഒരു അസാധാരണ ദൈവമഹത്വമായി ആമേ സ്വർഗ്ഗത്തിലെ ദൈവം ഉയർത്താൻ പോകുകയാണ്. അതിശയിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ആമേൻ. ഇപ്രകാരം പറഞ്ഞ മറിയ, അവൾ ലജ്ജിച്ചു പോകാൻ കർത്താവ് ഇടയാക്കിയോ? ഒരിക്കലുമില്ല. അവളോട് ആമേൻ, യേശു കർത്താവ് അവളോട് പറഞ്ഞു അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അവൾ തിരിച്ചറിഞ്ഞു അത് ഇന്നോ നാളെയോ ഒന്നുമല്ല, ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കും. ആമേൻ. യേശു കർത്താവ് ആമേ പറഞ്ഞു, നീ വിശ്വസിക്ക്, ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞപ്പോൾ അതിന് പ്രതികൂലമായി സംസാരിക്കാതെ വിശ്വസിച്ച് കാത്തുനിന്ന അതേ മാർത്തയും മറിയയും, രണ്ടുപേരും ഒന്നുപോലെ സംസാരിച്ചേ. ഈ മാർത്തയും മറിയയും ആമേ കർത്താവിന്റെ മഹിമയേറിയ പ്രവൃത്തി അതിശയകരമായി കാണുവാനിടയായി തീർന്നതുപോലെ നഷ്ടപ്പെട്ടത് മടങ്ങി വരുമെന്ന് ഒരറിവുണ്ടെങ്കിൽ ഇന്നേ ദിവസം മുതൽ അത് മടങ്ങി വരാൻ പോകുകയാ. അവള് പറയുകയാണ്, ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു. ആമേ. മരിച്ച് നാറ്റം വെച്ച ലാസറിനെ മടക്കി കൊടുക്കുവാൻ കഴിയുമെന്ന് വിശ്വസിച്ചവൾക്ക് വേണ്ടി അതിനെ മടക്കി കൊടുത്ത കർത്താവ് നഷ്ടപ്പെട്ടു പോയി, ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല എന്ന് ചിന്തിക്കുന്ന ആരോഗ്യമാകട്ടെ, സമ്പത്താകട്ടെ, സന്തോഷമാകട്ടെ, നന്മയാകട്ടെ, നല്ല അനുഭവങ്ങളാകട്ടെ, നസ്രയന യേശുവിന്റെ നാമത്തിൽ അത് മടങ്ങി വരുന്ന കാഴ്ച കർത്താവിനെ കൃത്യമായി പ്രദർശിപ്പിക്കുകയാണ്. അതേ സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 12:50 യേശു കർത്താവ് പറഞ്ഞു, അവന്റെ കൽപ്പന നിത്യജീവനെന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവിനോട് അരുളി ചെയ്ത പോലെ തന്നെ സംസാരിക്കുന്നു. കർത്താവ് യേശു നമ്മോട് കൃത്യമായി പറയുകയാണ്, ആമേൻ, അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. കർത്താവിന്റെ കൽപ്പനകൾ അത് നമ്മുടെ ജീവനാണ്, നിത്യജീവനാണ് എന്ന് കർത്താവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. യോഹന്നാൻ സുവിശേഷം 13:18 ഇപ്രകാരം വായിക്കുന്നു, നിങ്ങളെല്ലാവരെയും കുറിച്ച് ഞാൻ പറയുന്നില്ല, ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. കർത്താവ് യേശു ക്രിസ്തു ആമെ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ആമേ. കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മെ അറിയുന്നുണ്ട്. അതുപോലെ ആമേ റോമാലേഖനം 15:29 ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തിയോടെ വരുമെന്നറിയുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോഴുണ്ടല്ലോ ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തിയോടുകൂടെ വരുമെന്ന് ഞാൻ അറിയുന്നു. ഒരസാധാരണ ദൈവ പ്രവൃത്തി ഈ രാത്രിയിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ വലിയ മഹത്വം വെളിപ്പെടുവാൻ പോകുകയാണ്. ആമേ. സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്ന ആ വചനങ്ങൾ അത് ഒരു വട്ടമല്ല പലവട്ടം നിങ്ങൾ കേട്ടുകൊള്ളുവാൻ ഞാൻ കർത്താവിന്റെ ആത്മാവിനാൽ ദൂത് അറിയിക്കുകയാണ്. ആമേൻ. അതിൻ്റെ അകത്ത് ഒട്ടനവധി അനുഗ്രഹമുണ്ട്. അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തിയുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 12:2 ആമേ പൗലോസ് പറയുന്നു, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ
എന്ന് ഞാൻ അറിയുന്നില്ല, ശരം കൂടാതെ എന്ന് അറിയുന്നില്ല, ദൈവം അറിയുന്നു. ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഒരുവനെ എനിക്കറിയാം, അവൻ 14 സംവത്സരങ്ങൾക്ക് മുമ്പ് അവൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അതെ, തൻ്റെ വിശേഷിക്കപ്പെട്ട അറിവ് കണ്ടോ മൂന്നാം സ്വർഗത്തോട് എടുക്കപ്പെട്ടു. അത് ശരീരത്തോടുകൂടെയാണോ അല്ലയോ എന്ന് അറിയുന്നില്ല. അത്രയും വിശേഷിക്കപ്പെട്ട ഒരു അനുഭവത്തെക്കുറിച്ച് പൗലോസ് എടുത്തു പറയുകയാണ്. അതുപോലെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം, നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും നീ തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്, അതെ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിനക്ക് സഹിഷ്ണുതയുണ്ടെങ്കിൽ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ നാമത്തിന് വേണ്ടി നീ സഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നു. നീ തളർന്നു പോകാത്ത അവസ്ഥയിലാണെങ്കിൽ അതും ഞാൻ അറിയുന്നു. ഇനി കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും അറിയുന്നു. തരികട കാണിച്ചിട്ടുണ്ടെങ്കിൽ അതും അറിയുന്നു. എന്തെല്ലാം പരിപാടി ഒപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം കർത്താവ് അറിയുന്നുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് കൃത്യമായി പറയുകയാണ്, നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. നമ്മുടെ നല്ല സമർപ്പണത്തെയും തീരുമാനത്തെയും നല്ല ആത്മീയ അനുഭവങ്ങളെയും അറിയുന്ന കർത്താവ് നമുക്ക് വേണ്ടി അസാധാരണമായ അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുവാൻ ഇടയായിത്തീരും. അതാ കർത്താവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആമേൻ. അടുത്തൊരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ പറഞ്ഞ ഒരു വചനത്തിലേക്ക് ഇരമ്യാവിന്റെ പുസ്തകം അതിൻ്റെ 29-11 വാക്യം പറഞ്ഞ് ആമേൻ സ്തോത്രം തൽക്കാലം പ്രാർത്ഥിക്കുവാൻ ദൈവകൃപ ശരണപ്പെടുകയാണ്. അവിടെ വായിച്ചത് ഇങ്ങനെയാണ്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, ആമേൻ, നന്മയ്ക്കത്രേ നിരൂപണങ്ങളെന്ന് യാക്കോബയുടെ അരുളപ്പാട്. ശേഷമായിട്ട് ചില ഭാഗങ്ങൾ കൂടി അടുത്ത വാക്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു എൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആമേ. സർവശക്തനായ ദൈവം അറിയുന്ന തൻ്റെ ഭക്തന്മാർ അവര് ദൈവസന്നിധിയിൽ അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. എന്നിട്ട് പറയുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. പിന്നും പറയുന്നു, നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് യാക്കോബയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും. ആമേൻ. ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ജാതികളിൽ നിന്നും എല്ലാ ഇടങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ വിട്ടുപോകുമാറാക്കിയ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് യാക്കോബയുടെ അരുളപ്പാട്. അതെ, സർവശക്തനായ ദൈവം ഈ ദിവസം നമ്മോട് വളരെ കൃത്യമായി സംസാരിക്കുന്ന ഒരു അരുളപ്പാടാണ്. അതായത് ആമേൻ, നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഇടയാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. മാത്രമല്ല, ഞാൻ നിങ്ങളുടെ പ്രവാസത്തെ മാറ്റും. ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ജാതികളിൽ നിന്നും എല്ലാ ഇടങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ചു നിങ്ങളെ വിട്ടുപോകുമാറാക്കിയ സ്ഥലത്തേക്ക് തന്നെ മടക്കി വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ ദിവസം കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് കൃത്യമായി സംസാരിച്ച വചനത്തിലേക്ക് മടങ്ങി വന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. എന്താണെന്നറിയാമോ? ഇയ്യോബ് നമ്മോട് പറഞ്ഞ വർത്തമാനമാണ്. അത് ഇപ്രകാരമായിരുന്നു, ആമേൻ, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ പ്ലാനുകൾ, പദ്ധതികൾ ഒന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. ഇന്നേ ദിവസം ജീവിതത്തിൽ കടന്നു വന്ന ഉയർച്ച താഴ്ചകളുടെ മേൽ, സങ്കടങ്ങളുടെ മേൽ ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ ആത്മാവ് കൃത്യമായി സംസാരിക്കുകയാണ്. ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നിരിക്കുന്നുവോ, എന്തെല്ലാം പ്രയാസങ്ങൾ കടന്നു വന്നിരിക്കുന്നുവോ, ആമേൻ, അതൊന്നും കർത്താവ് അറിയാതെ കടന്നു വന്നതല്ല. ആമേൻ, സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായി സംസാരിക്കുകയാണ്. ആമേൻ, ഇയ്യോബിന്റെ ജീവിതത്തിൽ കടന്നു വന്ന എല്ലാ തകർച്ചകളും, എല്ലാ പ്രശ്നങ്ങളും, എല്ലാ പ്രതികൂലങ്ങളും
ആമേ സർവശക്തനായ ദൈവത്തിന്റെ അറിവോട് കൂടെയാണെന്ന് ആമേ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്ത ഇയ്യോബിന് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി കൊടുക്കുമ്പോൾ ലജ്ജിതനായ സാത്താൻ പിന്തിരിഞ്ഞു പോയി. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുന്നു, കർത്താവിനെ സ്നേഹിക്കുവാൻ തുടങ്ങിയിട്ട്, കർത്താവിനെ സേവിക്കുവാൻ തുടങ്ങിയിട്ട്, നാളിതുവരെ കടന്നു വന്ന പ്രതികൂലങ്ങൾ എന്റെ കർത്താവിനറിയാം. നിന്റെ വേദനകൾ എന്റെ കർത്താവിനറിയാം. ഇല്ലായ്മകൾ എന്റെ കർത്താവിനറിയാം. നീ ജോലി സ്ഥലത്ത് കരഞ്ഞത് എന്റെ കർത്താവിനറിയാം. നിരാശയോടെ മുൻപോട്ട് പോയത് എന്റെ കർത്താവിനറിയാം. നിന്റെ പ്രിയപ്പെട്ടവന്റെ മുൻപിൽ ആമേ ബലഹീനപ്പെട്ട സമയത്ത് ഇരുന്ന് കരഞ്ഞത് എന്റെ യേശു കണ്ടു. കർത്താവിന്റെ പ്രവൃത്തിയിൽ വിശ്വസ്തത കാണിച്ചത് എന്റെ കർത്താവിനറിയാം. പ്രതികൂലത്തിന്റെ നടുവിൽ, ആമേ പ്രയാസത്തിന്റെ നടുവിൽ, നിരാശയുടെ നടുവിൽ, പിശാച് കൊണ്ടുവന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നീ നിലനിന്നത് കർത്താവിനറിയാം. വേദനയുടെ നടുവിൽ നീ നിലനിന്നത് കർത്താവിനറിയാം. നിരാശയുടെ നടുവിൽ നീ നിലനിന്നത് കർത്താവിനറിയാം. മാത്രമല്ല, സർവശക്തനായ ദൈവത്തിനൊരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. ആമേ തന്റെ വാഗ്ദത്തങ്ങൾ നൽകി തന്നത് അവൻ നിറവേറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന്, അതിശയിപ്പിക്കുന്ന കാര്യം സംഭവിക്കുമെന്ന് ഞാൻ കൃത്യമായി വ്യക്തമായി കാണുന്നുണ്ട്. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നാളിതുവരെ കടന്നു വന്ന എല്ലാ തകർച്ചകളെയും കണ്ട സ്വർഗത്തിലെ ദൈവം, എല്ലാ വേദനകളെയും കണ്ട സ്വർഗത്തിലെ ദൈവം, എല്ലാ സങ്കടങ്ങളെയും കണ്ട സ്വർഗത്തിലെ ദൈവം, എല്ലാ പ്രയാസങ്ങളെയും കണ്ട സ്വർഗത്തിലെ ദൈവം, എല്ലാ നിരാശകളെയും കണ്ട സ്വർഗത്തിലെ ദൈവം, സാത്താൻ നിന്നെ തകർത്തത്, അവൻ നിന്നെ തോൽപ്പിച്ചത്, പാപത്തിലേക്ക്, ശാപത്തിലേക്ക്, മറ്റു പ്രശ്നങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോയത് കണ്ട സ്വർഗത്തിലെ കർത്താവ്, ആമേ ഹൃദയത്തിന്റെ അകത്ത് ദൈവികമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടാതെ ദൈവമകത്വമായി മുൻപോട്ട് പോകുവാൻ ശ്രമിച്ച ആ നല്ല മനസ്സ്, ആ നല്ല സ്വഭാവം കണ്ട എന്റെ കർത്താവ് ഇന്ന് രാത്രി നിന്നെ തകർത്തൊരു പൈശാചിക മണ്ഡലത്തെ തകർക്കാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്നെ ഒതുക്കി വച്ചിരിക്കുന്നതിനെ ഒതുക്കി കളയാൻ കർത്താവ് കടന്നു വന്നിട്ടുണ്ട്. ഇതാ ഇയ്യോബ് പറയുകയാണ്, ആമേ സകലതും ആമേൻ അങ്ങ് അറിയുന്നെന്ന്. ആമേ സർവശക്തനായ ദൈവത്തെ നോക്കി ആമേ എല്ലാം അറിയുന്നു എന്ന് പറഞ്ഞ ആമേൻ ഇയ്യോബിന് വേണ്ടി അടുത്ത നിമിഷത്തെ അസാധാരണ പ്രവൃത്തിയാ ചെയ്തത്. ആമേനോട് പറയാം, നിനക്ക് സകലതും കഴിയുമെന്ന്, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. സർവശക്തനായ ദൈവത്തെ നോക്കി വളരെ കൃത്യതയോടെ സംസാരിച്ച ആ ഇയ്യോബിന് വേണ്ടി ഒരു അസാധാരണ പ്രവൃത്തി ചെയ്ത കർത്താവ് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന നമുക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. അതിശയിപ്പിക്കുന്ന കാര്യങ്ങളെ സ്വർഗം ചെയ്യുവാൻ പോകുന്നു. തൻ്റെ വലിയ മഹത്വം വെളിപ്പെടുവാൻ പോകുന്നു. അതിശയിപ്പിക്കുന്ന കാര്യങ്ങളെ കർത്താവ് സാധ്യമാക്കാൻ പോകുന്നു. ഞാൻ വളരെ വ്യത്യസ്തമായി തന്നെ കാണുന്നുണ്ട്. ആമേ സർവശക്തനായ ദൈവത്തെ നോക്കി ഇയ്യോബ് സംസാരിക്കുമ്പോ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനല്ല, അവൻ നന്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനല്ല, അവൻ ജീവിതത്തിൽ അതിശയം നടന്നിരിക്കുന്നവനല്ല. എന്നാൽ ഒരു അല്പ സമയം കഴിഞ്ഞപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ അറിവ് ഇല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞ് പറഞ്ഞ ഇയ്യോബ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം കണ്ടു. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുക, അടുത്ത മണിക്കൂറുകളിൽ ഇതേവരെയുള്ള തകർച്ച നിന്നെ വിട്ട് മാറിപ്പോകുന്നു, ഇതുവരെയുള്ള വേദന നിന്നെ വിട്ട് മാറിപ്പോകുന്നു, ഇതുവരെയുള്ള ശാപം നിന്നെ വിട്ട് മാറിപ്പോകുന്നു. കർത്താവിന് വേണ്ടി ഒരു അസാധാരണ പ്രവൃത്തിയായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിന് തടസ്സമായി വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര മണ്ഡലങ്ങളും ഇന്ന് രാത്രി സ്വർഗം തകർക്കുകയാണ്. ഒരസാധാരണ പ്രവൃത്തിക്ക് സ്വർഗം തുടക്കമിടുന്നു. അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. കർത്താവിന്റെ വലിയ മഹത്വം വെളിപ്പെടട്ടെ. ചില സെക്കൻഡുകൾ പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ ആമേ സ്തോത്രം. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുവാൻ ക്ഷണിച്ച കർത്താവിന്റെ അഭിഷിക്തദാസൻ ആമേ സിജു കുന്നിൽ, ആമേ തന്റെ പ്രിയപ്പെട്ടവൾ കുഞ്ഞിന്, അതുപോലെ ആമേ അദ്ദേഹത്തോടു കൂടെ ആയിരിക്കുന്ന സ്നേഹ കുടുംബങ്ങൾ, പ്രിയപ്പെട്ടവർ, ആമേ ശുശ്രൂഷക്കാര് എല്ലാവർക്കും ഞാൻ കൃത്യമായി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരസാധാരണമായ ദൈവപ്രവൃത്തി
ജീവിതത്തിൽ അനുഗ്രഹമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കും. പ്രിയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദി. അങ്ങയുടെ മഹത്വമുള്ള നാമത്തിൽ ഏൽപ്പിച്ചവിടുന്ന് അനുഗ്രഹിക്കുന്നു. അവൻ നാളിതുവരെ അനുഭവിച്ച തകർച്ചകളിൽ നിന്ന് ഒരസാധാരണ മഹത്വമായിട്ട് ഉയർന്നു വരുന്നു. അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. ഇയ്യോബിനുണ്ടായ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവം, നാളിതുവരെ അനുഭവിച്ച കഷ്ടതകൾ, തകർച്ചകളിൽ നിന്ന് അങ്ങയുടെ മഹത്വമുള്ള നാമത്തിൽ പുറത്തു വരുന്നു. അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും. പിതാവേ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. സർവമഹത്വം അങ്ങേക്ക്, യേശു കർത്താവിൻ മഹിമ ഏറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ജീസസ് നെയിം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധമായ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.